നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിനിടയിൽ ചീഞ്ഞ കളികൾ എന്തെങ്കിലും കളിക്കാൻ വന്ന അറിയാലോ നിനക്കെന്നെ. അതിനുള്ള മറുപടി ഈ മൊബൈലിലെ വീഡിയോ പറയും കേട്ടാ. ഓടാ ബോസേ. ഇതാരപ്പത്? സുസു. പിന്നെ പുറത്തുനിന്ന് ആളെ വിളിക്കുന്നവരുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്തോ ഒരു പേര് പറഞ്ഞല്ലോ. എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര്. അത്രയും മുട്ടാളന്മാരൊന്നും എന്റെ കൂട്ടത്തിലില്ല. പക്ഷെ അടിക്കാൻ വന്ന ഒരു രക്ഷയില്ലാത്ത അടി ഞാൻ അടിക്കും. അതെന്റെ ബോസാണെന്നറിയാം. പക്ഷെ ഇവൾക്കറിയില്ല. നീ എന്റെ കുടുംബം മുച്ചൂട് മുടിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അടി നിന്റെ പിന്നാലെ ഞാൻ ഇവിടെ എത്തിയത്. കാത്തു കാത്തു നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ കാത്തു നിൽക്കുന്ന മുതലാണ് ഈ വരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിനാദ്യമേ നിനക്കൊരു നന്ദി പറയാം. ഈ മുതലിന് എന്റെ മുന്നിൽ കൊണ്ടിങ്ങനെ നിർത്തിയേന്. നിന്ന് 14 ദിവസമാണ് ചന്ദ്രബോസ് ജയിലിൽ കിടന്നത്. അതിന്റെ ക്ഷീണം തീർക്കാനേ 28 ദിവസം എണ്ണത്തോടി കിടന്ന് 2 മുട്ടനാടിനെ സൂപ്പ് വെച്ച് കുടിച്ച് പൂർവാധിക ശക്തിയോടാണ് ഈ ചന്ദ്രബോസ് ഇവിടെ നിൽക്കുന്നത്. അതോടെ കൂടുതൽ നാവാട്ടൊന്നും വേണ്ടെന്നില്ല. ചന്ദ്രബോസേ, ഇത് എന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാടാ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവനെ പിന്നെ മരണത്തെ പേടിയില്ല. ഇനിയൊട്ടും മരണത്തെ പേടിയും വരില്ല. നിനക്ക് നിയമത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു, അധികാരത്തിന്റെ ചട്ടക്കൂടും. ഇന്ന് നിനക്കൊരു പുല്ലുമില്ലടാ. എന്നെ പോലൊരു സാധാരണക്കാരൻ അടിച്ചാലും അടികൊണ്ടാലും തുല്യ ദുഃഖിതർ. കേട്ടടാ പന്നെ. എടാ, നീ വന്ന് കളത്തിലിറങ്ങിയല്ലേ ഉള്ളൂ. അതിനിടയിൽ എനിക്ക് പണി തരാൻ നീ തയ്യാറായെങ്കിൽ നീയൊക്കെ ഇനി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും തയ്യാറായി തന്നെയാ നിൽക്കുന്നേ. പിന്നെ കാണിച്ചത് നാറിത്തരമാണെന്ന് എനിക്കറിയാം. ഇല്ലടി, നീ എന്താ മാറി നിക്കണേ? പക്ഷെ നിനക്കൊക്കെ അത് തന്നെ ധാരാളമാ. പിന്നെ നീയൊക്കെ എനിക്കെതിരെ കൊട്ടേഷൻ പ്ലാൻ ചെയ്തത് ചുമ്മാ ഉണ്ടല്ലോ. ഞാനേ ഈ മൊബൈലിൽ പകർത്തി വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ചെറിയൊരു തട. ഇനിയിപ്പോ ആരെങ്കിലും എന്നെ ഇരുട്ടടി അടിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ചന്ദ്രബോസെ, സുസ്മിത, നിങ്ങൾക്ക് രണ്ടുപേർക്കായിരിക്കേ കേട്ടാ. അലറാതടേ. പഴയ പ്രതാപത്തോടെ തൊപ്പി തലകയറണല്ലേ. എടോ, അതിന്റെ ഇടയിൽ എനിക്ക് കേസും കൂട്ടൊക്കെ വന്ന വലിയ പണിയാടോ. അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ എന്താ പറഞ്ഞു? ഈ മതയാനെ ഇങ്ങനൊരു പൂട്ടൽ പൂട്ടാൻ സഹായിച്ച മഹതിക്ക് പെരുത്ത നന്ദിയുണ്ട് കേട്ടാ. അപ്പൊ ഫ്ലൈറ്റ് വരുന്ന ടീമിന്റെ പേരെന്താ പറഞ്ഞേ?
എക്സിക്യൂട്ടീവ് മുട്ടാളന്മാര്. അവന്മാര് വരുമ്പോ അവന്മാരോട് പറ വിഷ്ണു തയ്യാറാണെന്ന് കേട്ടാ. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ വരാൻ കെൽപ്പുള്ളവരുണ്ടെങ്കിൽ അവരോട് ഫ്ലൈറ്റ് കയറി വരാൻ പറ. ഇടി ടിക്കറ്റ് കാശ് ഞാൻ കൊടുക്കാന്ന്. പിന്നെ ചന്ദ്രബോസേ, ഒരു വാടക ഗുണ്ടയുടെയും പിൻബലം ഇല്ലാതെ നേരിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുട്ടാൻ ധൈര്യം ഉണ്ടെങ്കിൽ സ്ഥലവും സമയം പറഞ്ഞോ, ഞാൻ റെഡിയാടോ. ഇതിനിടയിൽ ചീഞ്ഞ കളികളെന്തെങ്കിലും കളിക്കാൻ വന്ന അറിയാലോ നിനക്കെന്നെ. അതിനുള്ള മറുപടി ഈ മൊബൈലിലെ വീഡിയോ പറയും കേട്ടാ. ഓടാ ബോസേ, പോട്രി സാരളയുടെ മോളെ. അവനൊരു ലോക്കാന്നിലോടി വെച്ച് തന്നിരിക്കുന്നേ. തൊപ്പി തലേ കയറുന്നവരെ തല പൊക്കാതിരിക്കാനുള്ള ലോക്ക്. വിഷ്ണു, എന്താണ് ഇവിടെ? എടാ, നിർത്തിയ ശീലങ്ങളൊക്കെ നീ വീണ്ടും തുടങ്ങിയോ? ഓ തുടങ്ങി. ഇതിപ്പോ അങ്ങനെ തുടങ്ങാൻ ഗുരുവിന്റെ അടുത്ത് ദക്ഷിണൊന്നും വെക്കണ്ടല്ലോ. അപ്പൊ നീ നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഓ, ഈ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ഈ മുണ്ടും മുറുക്കിയിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ നശിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുക. ഞാൻ പിടിവിട്ട് നിൽക്കുക, അതുകൊണ്ടാ. വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.